ഗോവിന്ദചാമിയെ പോലെ അതിക്രൂരനായ ഒരു കുറ്റവാളി രക്ഷപ്പെട്ടത് അവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ ജയിൽ വകുപ്പിന്റെ കുറ്റം തന്നെയാണ്. ചാർലി തോമസ് പിടിയിൽ എന്ന് പറഞ്ഞ് എക്സ്ക്ലൂസീവ് ഹെഡ്ലൈൻ എടുത്തൊരു മാധ്യമം നമുക്കിടയിലുണ്ട്. ആ മാധ്യമത്തിന്റെ പേര് ജനം TV എന്നാണ്. രക്ഷപ്പെട്ടയാളെ മണിക്കൂറുകൾക്കകം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് പിടികൂടിയിരിക്കുന്നു. സൗമ്യയെ പീഡിപ്പിച്ചു കൊല്ലുമ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടി ബലം ഇന്ന് ഗോവിന്ദചാമിക്ക് ഉണ്ടാകാം. എന്തിനാണ് സർക്കാർ ഈ ജയിൽ സംവിധാനങ്ങളിൽ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി പണം കളഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം PS മരണത്തോടുകൂടി പ്രതിച്ഛായ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സകല PR വർക്കുകളും ഇടതുപക്ഷം നടത്തിയിരുന്നു. ഇന്ന് രാവിലെ നമ്മളെല്ലാവരും കണ്ട വാർത്ത ഗോവിന്ദചാമി ജയിലിൽ ചാടി എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും തോന്നിയ സംശയമായിരുന്നു, ഒരു കൈ മാത്രമുള്ള ഈ ഒരു വ്യക്തി എങ്ങനെയാണ് വടം കിട്ടി അത്രയും ഉയരമുള്ള മതിലിൽ നിന്നും ജയിലിൽ ചാടി രക്ഷപ്പെട്ടതെന്ന്. പിന്നീട് ഇപ്പം അയാളെ പിടിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആരുടെയും സഹായമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമോ? അത് എന്താണെന്ന് ഒരു പക്ഷേ കവടി നിരത്തി നോക്കേണ്ടി വരും, എങ്ങനെയാണ് ഗോവിന്ദചാമി ജയിലിൽ ചാടിയത് എന്ന്. അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്ന് ഗോവിന്ദചാമിയെ പോലെ അതിക്രൂരനായ ഒരു കുറ്റവാളി രക്ഷപ്പെട്ടത് അവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ ജയിൽ വകുപ്പിന്റെ കുറ്റം തന്നെയാണ്. 4 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനും വിധിച്ചിട്ടുണ്ട് പിണറായി തമ്പുരാന്റെ ടീം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഗോവിന്ദചാമി ജയിൽ ചാടിയെന്ന് അറിയാത്ത ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ജയിൽ ചാടിയത് ചാർലി തോമസ് ആണ്. ചാർലി തോമസ് എന്നൊരു പേര് ഗോവിന്ദചാമിക്ക് ഉള്ളതായിട്ട് പണ്ട് കേട്ടിട്ടുണ്ട്. ചാർലി തോമസ് പിടിയിൽ എന്ന് പറഞ്ഞ് എക്സ്ക്ലൂസീവ് ഹെഡ്ലൈൻ എടുത്തൊരു മാധ്യമം നമുക്കിടയിലുണ്ട്. ആ മാധ്യമത്തിൻ്റെ പേര് ജനം TV എന്നാണ്. നമുക്കറിയാം, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു സിനിമയുടെ പേര് വന്നപ്പോൾ അതിൽ രാമൻ്റെ ഭാര്യയായ സീതയുടെ മറ്റൊരു പേരാണ് ജാനകി എന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഒരു സിനിമയുടെ പേര് എൻഷിൽ ചേർത്ത് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സർക്കാർ ഭരിക്കുന്ന നാട്ടിലാണ് ഗോവിന്ദചാമി എന്ന് പറയുന്ന പേരിൽ ഒരു അതിക്രൂരനായ ഒരാളുണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് കണ്ടെത്തി ചാർലി തോമസ് പിടിയിൽ എന്ന് ഹെഡ്ലൈൻ കൊടുത്ത ജനം TVക്കും ജനം TVയുടെ ടീമിനും അഭിവാദ്യങ്ങൾ അർപ്പിക്കാതിരിക്കാൻ യാതൊരുമായ നിവൃത്തിയുമില്ല. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവുമാണ്. ചാമി അല്ലെങ്കിൽ സ്വാമി എന്ന് പറഞ്ഞാൽ ഹിന്ദു മിത്തോളജിയിൽ, ഹിന്ദു കൾച്ചറിൽ ആരാധ്യനായ മനുഷ്യനാണ് സ്വാമിമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു കുറ്റവാളികൾക്ക് അങ്ങനെ ഒരു പേര് കൊടുക്കുന്നതിനോട് ജനം TVക്ക് താല്പര്യമില്ല. ജനം TVയുടെ ആ മാധ്യമധർമ്മത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഗോവിന്ദചാമി ജയിൽ ചാടി. ആരാണ് ഗോവിന്ദചാമി? സൗമ്യ വധക്കേസിൽ പിടിയിലായ, അതിക്രൂരമായി ട്രെയിനിൽ നിന്നൊരു പെൺകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്ന കേസിലെ പ്രതി, ഒറ്റക്കയ്യൻ, 1.5 കയ്യൻ, കൈ മുറിഞ്ഞു പോയ ആൾ, 1.5 കൈ കൊണ്ട് ജയിൽ ചാടിയ ലോകത്തെ ആദ്യത്തെ വ്യക്തിയും ഒരുപക്ഷെ ഗോവിന്ദചാമി ആയിരിക്കാം. എനിക്കറിയില്ല, അതിന്മേൽ റിസർച്ച് നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ് എന്ന് പറയുമ്പോഴും ഇനി വാഴ്ത്തുപാട്ടുകൾക്ക് നേരമായിരിക്കുന്നു. സൈബർ സഖാക്കന്മാർക്കുള്ള ക്യാപ്സൂളുകൾ AKG സെൻറ്ററിൻ്റെ പുതിയ ബ്ലോക്കിൽ നിന്ന്, അതായത് നമ്മുടെ ബഹുമാനായ VS അച്യുതാനന്ദനെ പൊതുദർശനത്തിന് വെക്കാത്ത ആ പുതിയ കെട്ടിടത്തിൽ നിന്ന് ക്യാപ്സൂളുകളുമായി ലോറികൾ എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളിലേക്കും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അത് താമസിയാതെ തന്നെ സഖാക്കന്മാരുടെ കയ്യിലെത്തും. ആ ക്യാപ്സൂൾ ഇങ്ങനെയാണ്: ബഹുമാനനായ ആദരണീയനായ നിലപാടുകളുടെ രാജാവായ നിലപാട് സിംഹം പിണറായി വിജയൻ ഭരണം വഹിക്കുമ്പോൾ ഗോവിന്ദചാമി എന്നല്ല ഒരാൾക്കും സിസ്റ്റത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. രക്ഷപ്പെട്ടയാളെ മണിക്കൂറുകൾക്കകം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് പിടികൂടിയിരിക്കുന്നു. കൈയടിക്കട പിണറായി വിജയന്. ഇതാണ് ആ ക്യാപ്സൂൾ. മറ്റൊരു കാര്യം കൂടി പോലീസുകാർ പറയുന്നുണ്ട്, ഗോവിന്ദചാമിയെ പിടിച്ച സമയത്ത് 1.5 കൈയുള്ളൂ എന്നുള്ളത് അയാൾക്കൊരു കുറവായിട്ട് തോന്നിയില്ല. വളരെയധികം ബലമുള്ള ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ജയിലിൽ ചടൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള പോലീസുകാരുടെ പ്രസ്താവനകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഈ ഒരു 1.5 കൈയുള്ള ഒരു വ്യക്തി അങ്ങനെ ചാടുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാർ അത്രത്തോളം നിരീക്ഷണം ഇല്ലാതിരുന്നിരിക്കും. ബലമുള്ള ആളാണ് എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം പറയാം. ഒരുപക്ഷെ സൗമ്യയെ പീഡിപ്പിച്ചു കൊല്ലുമ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടി ബലം ഇന്ന് ഗോവിന്ദചാമിക്ക് ഉണ്ടാകാം. ഗോവിന്ദചാമിയുടെ പിന്നീടുള്ള ചിത്രങ്ങളൊക്കെ, വളരെ സുന്ദരനായ ഗോവിന്ദചാമിയൊക്കെ നമ്മൾ ടെലിവിഷൻ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അത് പിണറായി വിജയന്റെ സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല, ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ സിസ്റ്റത്തിന്റെ ഫലമായി വർഷങ്ങളായി മട്ടനും ചിക്കനും മീനും മുട്ടയും വെജിറ്റേറിയൻ ഫുഡും അങ്ങനെ ഗോവിന്ദചാമിയുടെ ശരീരത്തെയും മനസ്സിനെയും പുഷ്ടിപ്പെടുത്താൻ സാധിക്കുന്ന എല്ലാ ആഹാരവും കൊടുത്താണ് ജയിൽ വകുപ്പ് ഗോവിന്ദചാമിയെ പോലെയുള്ള അതിക്രൂരന്മാരെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നത്. ഇപ്പോൾ ഞാനൊരു മട്ടനൊക്കെ കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തിൽ കൂടുതലൊക്കെ ആയി കാണും. ആഴ്ചയിൽ എല്ലാ ദിവസവും, ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഇവർക്ക് മട്ടനും ചിക്കനും ഒക്കെ അളന്ന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യം കൂടിയിട്ടുണ്ടാവാം. ഇനി ഈ വികലാംഗർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളവർക്ക് കിട്ടുന്ന ഒരു കഴിവാണ്. ഞാൻ അങ്ങനെ അംഗവൈകല്യമുള്ളവരെ ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
അവർക്ക് കിട്ടുന്നൊരു കഴിവാണ് ഏതെങ്കിലും ഒരു അംഗഭംഗം ഉണ്ടായാൽ അതിൻ്റെ പവർ കൂടി മറ്റംഗങ്ങൾക്ക് കിട്ടുക, മറ്റ് അവയവങ്ങൾ കൂടി കിട്ടുന്ന ഒരു കഴിവ് ഇവർക്കുണ്ട്. അത്തരത്തിൽ ഗോവിന്ദചാമിക്ക് ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയ ഒരു കൈയുടെ ബലം കൂടി മറ്റേ കൈക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം അയാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. പക്ഷേ എന്തിനാണ് സർക്കാർ ഈ ജയിൽ സംവിധാനങ്ങളിൽ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി പണം കളഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ ഈ ഒരു കുറച്ച് നാളത്തെ ഈ ഒരു അവസ്ഥ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം എല്ലാ മേഖലയിലും തകർച്ച മാത്രമാണ് കാണുന്നത്. ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, ഗതാഗത മേഖലയിലായിക്കോട്ടെ, ഈ പറയുന്നത് പോലെ ഇപ്പോൾ സുരക്ഷയിൽ പോലും തീരെ ഉറപ്പ് നൽകാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇവർ തന്നെ അധികാരത്തിൽ വരുമെന്ന് ഇവർ തന്നെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ ഈ ജനം കാണിച്ച മണ്ടത്തരം അവരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ആടിനെ പ്ലാവല കാണിച്ച് വിളിച്ചുകൊണ്ടുപോയി കഴുത്തറക്കുന്നത് പോലെ കിറ്റും അല്ലെങ്കിൽ പെൻഷനും ഒക്കെ കാണിച്ച് അവരെ രണ്ടാമത് വോട്ട് ചെയ്യിപ്പിച്ച് അവർ അധികാരത്തിലെത്തിയ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. ഇതിനേക്കാൾ മോശം സ്ഥിതിയിൽ നിന്നാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആരോഗ്യ മേഖലയിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണു. കെട്ടിടം ഇടിഞ്ഞു വീണതിനെ അല്ല, കെട്ടിടം ഇടിഞ്ഞു വീണതിന് ശേഷവും ഉത്തരവാദിത്തമുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി അതിനുള്ളിൽ ആരും ഉണ്ടാകില്ല എന്ന നിലപാടെടുത്താണ് അവിടുത്തെ പ്രശ്നം. അല്ലാതെ കെട്ടിടം ഇടിഞ്ഞു വീണതിന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് ഇതേ മെഡിക്കൽ കോളേജിൽ പുതിയൊരു ബിൽഡിംഗ് പണി തീർത്തിട്ടും അതിലേക്ക് പ്രവർത്തനം മാറ്റിയില്ല എന്നുള്ളത് മറ്റൊരു ആരോപണമാണ്. ഇവിടെ കാസർഗോഡ് മെഡിക്കൽ കോളേജ് ചോർന്നൊലിക്കുന്നത് നമ്മൾ കണ്ടു, കോഴിക്കോട് തീ പിടിക്കുന്നത് കണ്ടു, തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഡോക്ടർക്ക് സോഷ്യൽ മീഡിയ വന്ന് പ്രതികരിക്കേണ്ടത് കണ്ടു. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആരോഗ്യ മേഖല നേരിടുന്നുണ്ട്. രണ്ടാമതുണ്ടായ ഒരു സംവിധാനം വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ പതിവില്ലാത്ത രീതിയിൽ കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഇല്ലാത്തൊരു പെർഫോമൻസ് ശിവൻകുട്ടി ഇത്തവണ പുറത്തു വെക്കുന്നുണ്ട്. എങ്കിലും അവിടെ കുറേ പ്രശ്നങ്ങൾ അടുത്തിടെയായി പൊങ്ങി വന്നിരുന്നു എന്നുള്ളതാണ്. ഗതാഗത മേഖലയിലുള്ള പ്രശ്നങ്ങൾ ആന്റണി രാജു ഭരിച്ചിരുന്നതിൻ്റെ അത്രയും പ്രശ്നങ്ങൾ ഗണേശൻ ഭരിക്കുമ്പോഴില്ല എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. KSRTC ജീവനക്കാർക്ക് ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ ധാർഷ്ട്യം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ പുള്ളിയുടെ തന്നെ ബന്ധുവും ഏറ്റവും അടുത്ത ബന്ധുവും ഒക്കെയായ ശരണ്യ മനോജിൻ്റെ രോദനങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രൈവറ്റ് ബസ് മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി അത്തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ മേഖലയിലും പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളുടെ മേളിൽ പ്രശ്നങ്ങളായി ആരോപിതരായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബഹുമാനായ VSന്റെ മരണം സംഭവിക്കുന്നത്. VSന്റെ മരണത്തോടുകൂടി പ്രതിച്ഛായ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സകല PR വർക്കുകളും ഇടതുപക്ഷം നടത്തിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പിണറായി വിജയൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകൾ ഒക്കെ കാണാം. പക്ഷേ ആ VSനെ കാട്ടിക്കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കരുത്തൊന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അരുൺകുമാറിനെ പോലെയുള്ള വാഴ്ത്തുപാട്ടുകാർ കാണിക്കുന്ന ചില മണ്ടത്തരങ്ങളുടെ പേരിൽ ആ ഉണ്ടാക്കി വെച്ച ഇമേജ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതായത് VS എന്ന് പറയുന്ന മനുഷ്യന്, ആദരണീയനായ മനുഷ്യന് ഒരു വലിയ ഇമേജ് ഉണ്ട്. അതിന്മേൽ CPM കള്ളത്തരവും കാണിച്ചുകൊണ്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഗോവിന്ദ മാഷിൻ്റെ കൂടെ സെൽഫി എടുക്കുന്നതും ഗോവിന്ദ മാഷിൻ്റെ ചിരിയും ഒക്കെ വേറെ വീഡിയോകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശവസംസ്കാര വേളയിലൊക്കെ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരത് ആഘോഷമാക്കുകയായിരുന്നു. VSന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് പറയാതിരിക്കാൻ സാധിക്കില്ല. അരുൺകുമാർ പറഞ്ഞതുപോലെ ആരും പ്രാർത്ഥനകളുമായി ആ കല്ലറയിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം VSന്റെ മകനും കുടുംബവും ആ ചിതയ്ക്കരികിൽ വന്ന് നിന്ന് തൊഴുതു പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്ത്. അതൊക്കെ അവരുടെ വിശ്വാസമാണ്, അവരുടെ അച്ഛനാണ്, അച്ഛനെ പൊന്നുപോലെ നോക്കിയ മോനാണ്, അതൊക്കെ നമ്മൾ സമ്മതിക്കും. VSന്റെ മകൻ VS അരുൺകുമാറിനെ പുകഴ്ത്തുമ്പോൾ ചാണ്ടി ഉമ്മനിട്ട് കുത്താനുള്ള പണി അവിടെ ഇവരെടുക്കുന്നുമുണ്ട് എന്നുള്ള കാര്യത്തിലും ആർക്കും സംശയമില്ല. എന്തായാലും ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം 2 രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഒന്നുകിൽ സിസ്റ്റത്തിൻ്റെ പ്രശ്നം പരാജയം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് വിട്ട് പിടിച്ചിട്ട് ഞങ്ങളെന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാനുള്ള ഒരു തന്ത്രം. നമുക്ക് മനസ്സിലാകില്ലല്ലോ ഇവർ കാണിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്. എന്തായാലും കയ്യിൽ കിട്ടിയ പാടെ 2 പൊട്ടിച്ച കണ്ണൂരിലെ ചുണക്കുട്ടന്മാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല. ഇത്തരത്തിലാണെങ്കിൽ ഏതൊരു കൊടുക്കലുകൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്നൊരു സന്ദേശമാണ് നമ്മുടെ ജയിലിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.